ഇനി നമുക്ക് ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നതിന് നോക്കാം. സാധാരണ കബാബ് ഉണ്ടാക്കുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ കബാബ് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് ഇടുക. ഇനി നമ്മുടെ ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുക ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ കബാബ് നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടുണ്ടാക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബദാമും കാഷ്യൂനട്ടുമാണ്. ഇത് ശരിക്കും നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ കട്ട്ലേറ്റിലേക്ക് നമ്മൾ പൊട്ടറ്റോ ആണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പൊട്ടറ്റോയ്ക്ക് പകരം നമ്മൾ ബദാമും കാഷ്യൂനട്ടുമാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 പിടി ബദാം എടുത്തിട്ടുണ്ട്, 2 പിടി കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ബദാം ഞാൻ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ബദാം പെട്ടെന്ന് നമുക്ക് തൊണ്ട് കളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിടുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ചേർക്കാം. എന്നിട്ട് കൈ കൊണ്ട് നമ്മളൊന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബദാമിൻ്റെ തൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാള. ഞാനിവിടെ ഒരു മീഡിയം സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്ത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ മല്ലിയില. പിന്നെ കബാബ് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും വേണം, മുട്ടയും വേണം. ബ്രെഡ് ക്രംസ് ഒന്നല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്കും വെള്ള ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് കിട്ടും. അത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കബാബ് ആക്കാമെന്ന്. ഇനി നമ്മൾ ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും തന്നെ നമ്മൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് ചിക്കൻ നമ്മൾ ചൂടാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ബദാമും കാഷ്യൂനട്ടും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ കബാബ് ഉണ്ടാക്കുന്നത്. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഈ സവോളയ്ക്ക് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. സവോളയ്ക്ക് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇത് മുഴുവൻ നമുക്ക് ഇപ്പോൾ ചേർക്കേണ്ട, പകുതി നമുക്ക് ഇപ്പോൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഈ ഗരം മസാല ചേർക്കാം. ഗരം മസാല നമുക്ക് പകുതി ചേർത്താൽ മതി. ബാക്കിയുള്ള കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ കബാബ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആ മിക്സ് കുഴച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏറ്റവും തന്നെ നമുക്ക് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളം നമ്മൾ ചേർക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. ആ ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചിക്കൻ വേവാൻ ആവശ്യത്തിന് വെള്ളം വരും. അപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ നമുക്ക് വേവിക്കാം. ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ നമുക്ക് ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഈ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. ഈ ചിക്കനിൽ തീരെ വെള്ളം പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കണം.
എന്നാൽ മാത്രമേ നമുക്ക് ആ കബാബ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ചിക്കൻ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നമുക്ക് ഈ ജാറിലേക്ക് ഇടാം. നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് നമ്മൾ ചിക്കൻ നമ്മൾ അരച്ചെടുക്കരുത്. അതിലേക്ക് നമുക്ക് ബദാം ചേർക്കാം, കാഷ്നട്ട് ചേർക്കാം, മല്ലിയില ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം നമ്മൾ ചേർക്കരുത്. ഇപ്പോൾ ചിക്കൻ അരച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചേക്കണം ഗരം മസാല ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അത് നമ്മൾ ചിക്കൻ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് മാത്രം നമ്മൾ ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും ചേർത്താൽ മതി. ഞാൻ എടുത്തേക്കണ ഗരം മസാല ഞാൻ മുഴുവനും ചേർത്തിട്ടില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും മുഴുവനും ചേർത്തില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ആ പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കബാബ് ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കബാബിൻ്റെ ഷേപ്പിൽ ഇത് പരത്തിയിടണം. അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇടുക, കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടങ്ങനെ. ഇത് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഉണ്ടാക്കണ പോലെ നമ്മളിങ്ങനെ റൗണ്ടിൽ ഉണ്ടാക്കേണ്ടത്, ഇത് നമുക്ക് കുറച്ച് നീളത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഷേപ്പാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് വേണമെങ്കിൽ റൗണ്ടിൽ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി കാണാൻ ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട നമ്മൾ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ കബാബ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ ഏട്ടായും തന്നെ നമ്മൾ മുട്ടയിൽ മുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിടണം. ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ എല്ലായിടത്തും ആവണം. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇടാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുക. ഇനി നമുക്ക് തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. നമ്മൾ ഏട്ടാതി ഇട്ടതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. രണ്ടും നമുക്കൊന്ന് തിരിച്ചിടാം. വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കരുത്, തീ കുറച്ച് വെക്കണം എപ്പോഴും. അത് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് വെള്ളം അങ്ങനെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കട്ട്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് കുറേ എണ്ണ കുടിക്കും. നമ്മൾ ആ മിക്സ് ഉണ്ടാക്കുമ്പോൾ മിക്സ് നല്ല ഡ്രൈ പോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മളത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ വളരെ കുറച്ചേ കുടിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്.